കണ്ടോളൂ, അടിപൊളിയായില്ലേ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗോ ടു ട്രിക്ക് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഒരു അടിപൊളി ഗ്രില്ലഡ് ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗ്രില്ലഡ് ചിക്കൻ നമ്മൾ ഫുള്ളൊരു ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചിക്കനെ കാണാം. ഗൈസ്, ഇതാണ് നമ്മുടെ ചിക്കൻ. നമ്മൾ ഗ്രില്ലിന് അടിക്കാനുള്ള പാകത്തിൽ നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനെ വെട്ടി വാങ്ങിയിട്ടുണ്ട്. പിന്നത്തെ നമ്മുടെ ഗ്രില്ല് അടിയിൽ നമ്മൾ ചിരട്ടിയാണ് ഇട്ടത്, എന്നിട്ട് കത്തിക്കണം. പിന്നെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് ഇത് വരുന്നത് കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും, പിന്നെ ഇതിൽ ക്യാപ്സിക്കം, ഒനിയൻ, പിന്നെ നമ്മുടെ മല്ലിയില കുറച്ച് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ബാക്കി വേണ്ട സാധനങ്ങളാണ്. പിന്നെ മുളക് പൊടി, വെളിച്ചെണ്ണ, അങ്ങനത്തെ ഐറ്റംസ്. ഇനി നമുക്ക് ഗ്രില്ലഡ് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഗ്രില്ലഡ് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. തക്കാളി നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നമുക്ക് ചിക്കനിലേക്കുള്ള പരിപാടികളൊക്കെ നോക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ചിക്കൻ ഒരു വാഴയിലേക്ക് വയ്ക്കാൻ പോകുന്നത്. നമുക്കൊന്ന് ചിക്കൻ ഒന്ന് വരഞ്ഞെടുക്കണം, നല്ലൊരു സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം. ചിക്കൻ നന്നായി കഴുകിയിട്ട് വേണം കേട്ടോ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചത്. ഇനി നമ്മൾ അവനെ നല്ലോണം ഒന്ന് വരഞ്ഞെടുക്കണം. ആ മുളകും ഉപ്പൊക്കെ ഒന്ന് പിടിക്കണം നന്നായി. ഉള്ളിലും നമ്മളുടെ എന്നിട്ട് പറയാ നല്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വരയണ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മുളക് പൊടിയും ഉപ്പൊക്കെ തേക്കലാണ് പരിപാടി. നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ മസാല പേസ്റ്റ് തേച്ച് പിടിപ്പിക്കാൻ പോവാണ്. അത് നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് മുളക് പൊടിയാണ്. പിന്നെ അളവൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്താൽ മതി. ചിലവർക്ക് എരിവ് കൂടുതൽ വേണം, എരിവ് കുറവ് വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിന് കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ സാധനം മല്ലിപ്പൊടി. മെയിൻ സാധനം എന്ന് പറയാൻ പറ്റില്ല, അത് മെയിൻ തന്നെയാണ്. പിന്നെ കുരുമുളക് പൊടിയാണ് വേണ്ടത്. കുരുമുളക് പൊടി ഒരു ടീസ്പൂണൊക്കെ ഇടാം. അപ്പോൾ ഗായ്സ്, ഇനി നമ്മൾ ഗരം മസാലയാണ് ചേർക്കാൻ പോകുന്നത്. അടുത്തത് മഞ്ഞപ്പൊടിയാണ്. അപ്പോൾ ഗായ്സ്, നേരത്തെ പറഞ്ഞ പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളിയുടെ, പിന്നെ കുരുമുളക് നമ്മൾ അരച്ചത്. ഇത് പച്ചമുളക്, സാധാരണ പച്ചമുളക്. ഇത് തക്കാളി, ഒനിയൻ, ക്യാപ്സിക്കം, മല്ലിയില കുറച്ച് അരച്ചത്, അതിൻ്റെ പേസ്റ്റാണിത്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ കുറച്ച് നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ ഒഴിക്കാം, അല്ലെങ്കിൽ വിനെഗർ ഒഴിച്ചാൽ മതി. കുറച്ച് വിനാഗർ മതി. അപ്പോൾ ഗായ്സ്, നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഗായ്സ്, ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കാം. സുന്ദര കുട്ടപ്പനാക്കാം അവനെ. വരഞ്ഞതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായി അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. നമുക്കതേ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ നല്ല മൂടിയുള്ള അടുപ്പുള്ള പാത്രത്തിൽ. ഇങ്ങനെ ഒരു മണിക്കൂർ മാക്സിമം വെക്കണം. അല്ല, അരമണിക്കൂറായാലും മതി. പക്ഷെ ഒരു മണിക്കൂർ തേച്ചാൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ തന്നെ പിടിക്കും. ഇനി നമുക്കേ ഇത് നടച്ചു വയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് അടുപ്പ് കത്തിക്കാം. നമ്മുടെ മീൻസ് ഗ്രില്ലിനുള്ള കനലുണ്ടാക്കാം. ഇത് ആദ്യം ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഒരു തുണ്ട് ചിരട്ടൊക്കെ നന്നായി കത്തി പിടിച്ചിട്ടുണ്ട്. കത്തി പിടിച്ചാൽ പിന്നെ കുഴപ്പമില്ല, വേഗം കത്തിക്കോളും. ഇനിയൊരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് കനലായി കിട്ടും. നമ്മുടെ ഗ്രില്ലൊക്കെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ചിക്കൻ 1 മണിക്കൂർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രില്ലടിക്കാം.
ചിക്കോടെ വയ്ക്കണ്ട. എന്നിട്ട് നമ്മുടെ ഗ്രില്ല്, ഇതാണ് നമ്മുടെ ഗ്രില്ല്. ഇതെടുത്ത് ഇങ്ങനെ വെക്കുക. ഒരു ചെറിയൊരു ഗ്രില്ലാണേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ചെരിച്ചാണ് വെച്ചതേ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് വയ്ക്കാം. ചിക്കൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങോട്ട് കൊണ്ടുണ്ട്. അടുത്ത് നമ്മുടെ ഗ്രില്ലെടുത്ത് നമ്മുടെ കനലിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. കനലൊക്കെ സെറ്റായിട്ട് അടുത്ത വീട്ടിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഴയുടെ ഇതെടുത്തിട്ട് തണ്ടെടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കാം. അപ്പോൾ പിടിക്കില്ല, നമ്മൾ ഇറച്ചി വയ്ക്കുമ്പോൾ പിടിക്കില്ല. മുകളിലും കൂടി പുറത്തും ചെയ്തേക്കാം. അടുത്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ എടുത്ത് നമ്മുടെ ഗ്രില്ലുമ്മയ്ക്ക് വെക്കുകയാണ്. എല്ലാ പീസും കൊള്ളും തോന്നണു, കൊള്ളേണ്ടതാണ്. അല്ലെങ്കിൽ 3 പീസ് വെച്ച് അടുത്തിട്ട് ചെയ്യും. 3 പീസ് കൊള്ളണുള്ളൂ. കറക്റ്റ് തീരടിക്ക് വരണ്ടേ. ഇനി നമുക്കിത് അടച്ചിടാം. നല്ലതുപോലെ കനലുണ്ട്, ഇന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വീശി കൊടുക്കണം. കനലൊക്കെ ഇടാണ്ടിരിക്കുന്നത്. ചിരട്ടയാണ് വെച്ചത്. ചിരട്ട പെട്ടെന്നൊന്നും കേട്ടൊന്നുമില്ല. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മഴയൊക്കെയാണ് ഇവിടെ നിറച്ചത്. നല്ല അത്യാവശ്യം ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. സാധാരണ ഇത്ര നേരം വൈകിയ പിന്നെ ലൈറ്റൊക്കെ കുറച്ച് കുറവായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ, കണ്ടോളൂ. അടിപൊളിയായില്ലേ? ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. ഞാൻ കഴിച്ചിട്ട് ഞാൻ നിൻ്റെ അഭിപ്രായം പറയണേ. ഉള്ളത് തന്നെ പറയണോടാ, നോണൊന്നും പറയില്ലേ. അടിപൊളിയുണ്ട്, സൂപ്പർ സാധനമുണ്ട്. ചെറിയൊരു ഒത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്, എന്നാലും സൂപ്പർ സാധനമുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ടാറ്റാ, ബൈ.